കോഴിക്കോട് എറണാകുളത്ത് നിന്ന് ഒരു ദിവസം രാവിലെ പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ട് രാത്രി വരാൻ പറ്റിയ സ്ഥലം ഈ കാണുന്നത് കോഴിക്കോട് ടൗണിൽ തന്നെയുള്ള മാനാഞ്ചിറ സ്ക്വയറാണ്. ഇതിനകത്ത് വിശ്രമിക്കാനും വളരെയധികം സൗകര്യമുണ്ട്. ഇരിക്കാനും നടക്കാനും എല്ലാവർക്കും കഴിയും. ഫീസൊന്നുമില്ല, ശുദ്ധവായു കിട്ടും. അതിനു പുറമെ വണ്ടി മുട്ടൊന്നും പേടിക്കാതെ നടക്കാനും സാധിക്കും. കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാനും സൗകര്യമുണ്ട്. ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളെത്താനും സാധിക്കും. ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചും തീരുമാനങ്ങളെത്താമല്ലോ. ഇത് ടൗണിൻ്റെ മധ്യത്തിൽ തന്നെയാണ് ഈ സ്ക്വയർ. അതുകൊണ്ട് യാത്രയുടെ ബുദ്ധിമുട്ടുമില്ല. കോഴിക്കോട് പോകുന്നവർ ഒരു അരമണിക്കൂറെങ്കിലും ഇതിനുള്ളിൽ ഇരുന്ന് വിശ്രമിക്കണം. കോഴിക്കോട് മനോഹരമായ ഒരു നഗരമാണ്. കോഴിക്കോടിന് പണ്ടുണ്ടായിരുന്ന പേര് സിറ്റി ഓഫ് സ്പൈസസ് എന്നാണ്. ഫോറിനേഴ്സ് സ്പൈസസിന് വേണ്ടി കോഴിക്കോട് വന്നിറങ്ങിയാണ് അവർ തമ്മിൽ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ എന്നിവർ. അവരെല്ലാം തല്ലി ഓടിച്ചാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ കൈവശപ്പെടുത്തിയത്. ഇതാ ആ സ്ക്വയറിലെ ഒരു നല്ല സ്തൂപമാണ്. എന്തൊരു ആകർഷണമാണെന്ന്. മുമ്പിൽ നിന്നും പുറയിൽ നിന്ന് നോക്കിയാലും ആകർഷണമാണ്. ഒരു മനുഷ്യൻ കൈ കുത്തി കാല് പൊട്ടിപ്പിടിച്ച് നിൽക്കുന്ന രൂപം. എന്ത് ഭംഗിയിലാണ് ആ ചിത്രകാരൻ, അല്ല ശില്പി ഇതുണ്ടാക്കിയത്. അതിൻ്റെ ആശയം എന്താണെന്ന് എനിക്കറിയില്ല. ഈ മരങ്ങൾ നോക്കൂ, എത്ര നാൾ ഈ മരങ്ങൾ നിൽക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്തൊരു ഭംഗിയാണ്. ഇതിന് പകരമായി ഇത് വീഴുമ്പോൾ അതിന് പകരമായി നിൽക്കാൻ വേറെ മരങ്ങളും വെച്ചുപിടിപ്പിക്കുന്നുണ്ടോ? വെച്ചുപിടിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഇതൊന്നും പെട്ടെന്ന് പോകുന്ന മരങ്ങളല്ല, അതൊരു ഭാഗ്യമാണ്. അവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങി. ഇതാണ് കോഴിക്കോടുള്ള വെള്ളം. ചെറിയ തടാകമല്ല, കുളം, വലിയ കുളം. ചുറ്റും റോഡാണ്. ഇവിടെ നിന്ന് എന്തായാലും ചൂടിൻ്റെ ചൂട് കൊണ്ട് വെള്ളം ആവിയായിക്കൊണ്ട് തടസ്സം പരിസരങ്ങളിൽ ഉയരങ്ങളിൽ താമസിക്കുന്നവർക്ക് തണുപ്പ് കിട്ടാൻ സാധിക്കും. വായുസഞ്ചാരം ഈ തടാകമുള്ളതുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ ഉണ്ടാകാൻ സാധിക്കും. അതാണ് നഗരങ്ങളിൽ ഏതെങ്കിലും പ്രദേശത്ത് വലിയ കുളമുണ്ടാകുന്നതിൻ്റെ ഗുണം. ഇതാണ് ഷോപ്പിംഗ് മാൾ തുടങ്ങി. ഇതാണ് SM സ്ട്രീറ്റിലോട്ട് കയറുന്ന വഴി. SM സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ അതുവടം മണവും സ്വാദും വേണം. എന്താണ് കോഴിക്കോടുകാർക്ക് SM സ്ട്രീറ്റ്. SM സ്ട്രീറ്റിന് പകരം എറണാകുളത്തുകാർക്ക് റോഡ് വേണം. പക്ഷേ റോഡുകൾ അത്രയധികം മധുരം വിൽക്കുന്ന കടകളുണ്ട്. പക്ഷെ ഇവിടെ മധുരം വിൽക്കുന്ന കടകളാണ്. SM സ്ട്രീറ്റ് മിഠായി തെരുവെന്ന് തന്നെയാണ് അറിയപ്പെടുന്നതിൻ്റെ കാരണവും മധുരമാണ്. കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കണേ, അവർക്ക് കണ്ടാൽ കൊതി വരുമല്ലോ. കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. ഇവിടെ കോഴിക്കോട് പ്രത്യേകിച്ചും എല്ലാം തൊട്ടടുത്തടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നടന്ന് സാധനങ്ങൾ മേടിക്കാനും സൗകര്യം, നടന്ന് കാണാനും സൗകര്യമാണ്. ഓരോ മിഠായി കച്ചവടക്കാരും ഓരോ ആൾക്കാരെ കണ്ടുപിടിക്കുന്നു. ഇതാണ് വെള്ളിയങ്ങാടി. വെള്ളിയങ്ങാടി
വേഗതയോട് പ്രവർത്തിക്കുന്ന ഒരു ചന്തയാണ്. ഇത് ഓരോ ലോറികളാണല്ലോ വരുന്നത്. ഈ ലോറികളിൽ നിന്നും ഒരു ബഹളവും ഈ മുട്ടായി തെരുവിൽ ഈ വിജയങ്ങാട് അങ്ങാടി വഴി നടന്ന് നമുക്ക് ബീച്ചിലെത്താം. കോഴിക്കോട് ബീച്ച്. ആ ബീച്ച് വളരെ ആകർഷണമാണ്. വൈകുന്നേരം പ്രത്യേകിച്ച് 6 മണിക്ക് ശേഷമാണെങ്കിൽ ബീച്ച് നല്ല രസമാണ്. വിജയങ്ങാടിയിൽ നടപ്പാത ഇട്ടിട്ടുണ്ട്. മഴ കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട. വരുന്നവർക്കും ലോറി താഴ്ന്ന ഇറക്കുന്നവർക്കും പണ്ടത്തെ മെയിൻ കച്ചവട കേന്ദ്രമാണല്ലോ. ഇതാണ് ഒരു മതിലിൽ പടം വരച്ച് വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയാണ്! ബീച്ചിൽ എല്ലാ മതിലുകളും ഇതുപോലെ അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ബീച്ച്, അറബിക്കടൽ, അത് നമ്മുടെ റാണി തന്നെയാണ്. കൊച്ചിക്കാരുടെ മാത്രമല്ല, കോഴിക്കോടുകാർക്കും അറബിക്കടൽ റാണി. ഈ കോഴിക്കോടാണല്ലോ വാസ്കോ ഡി ഗാമ ആദ്യം വന്നത്. ഇത് കാപ്പാട് ബീച്ചാണെന്ന് മാത്രം. അത് തൊട്ടടുത്ത ബീച്ചാണ്. കാപ്പാട് ബീച്ചാണ് വിശാലം. പക്ഷേ ഇവിടെയാണ് അധികം ഇരിക്കാൻ സൗകര്യത്തിൽ കെട്ടിയിട്ടുള്ളത്. ആകാശം നോക്കി ഓരോ ദിവസവും ഓരോ കളറായിരിക്കും. ഈ കളറും കണ്ട് എത്ര നേരം ഇരിക്കാം. എന്ത് പറയും, നല്ല ഹോട്ടലുകളും ഉണ്ട്. ഇഷ്ടം പോലെ ഭക്ഷണം, നമ്മുടെ കാര്യത്തിനുള്ള ഭക്ഷണവും കിട്ടും. പക്ഷെ കോഴിക്കോടിൽ ചെന്നാൽ മീൻകറി, പൊറോട്ടയോ എന്തെങ്കിലും കഴിക്കണം. മീൻകറി കോഴിക്കോടുകാർക്ക് പ്രശസ്തമാണ്, ബിരിയാണി പോലെ തന്നെ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കോഴിക്കോട് ഇനി അടുത്ത് ഒന്നും കൂടി ഞാൻ പോരും. അതും ഉടനെ എൻ്റെ യൂട്യൂബിൽ വരുന്നതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണേ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്നെ കാണാം. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം.